ഓപ്പറേഷൻ സിന്ധു തുടരുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങി ഇറാനിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ഇതുവരെയായി 3180 ഭാരതീയരെ ഒഴിപ്പിച്ചു. ഇറാനിൽ നിന്നും 11ാമത്തെ സംഘവും ഭാരതത്തിലെത്തി. ഇതോടെ ഇറാനിൽ നിന്നും ആകെ ഒഴിപ്പിച്ച ഭാരതീയരുടെ എണ്ണം 2580 ഇസ്രയേലിൽ നിന്നും 3 വിമാനങ്ങളിലായി 594 ഭാരതീയർ മടങ്ങിയെത്തി. 2 നേപ്പാൾ സ്വദേശികളെയും 4 ശ്രീലങ്കൻ പൗരന്മാരെയും ഭാരതം തിരികെ എത്തിച്ചു. Our government is always committed to provide all kind of help, assistance in the time of need, and especially to the people in distress. And this is the 11th batch we are bringing from Iran. The total number of evacuees from Iran stands at 2,580, and by 3 flights from Israel, we brought 594 our Indian nationals, along with 6 our nationals from the 4 neighboring countries, 2 from Nepal and 4 from Sri Lanka. So being Bishabandhu, we are extending our support to our neighboring friendly nations as well. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇറാനിലെ ഇന്ത്യൻ എംബസിക്കും കേന്ദ്ര സർക്കാരിനും നന്ദി പറഞ്ഞ് ഇറാനിൽ നിന്നും മടങ്ങിയെത്തിയവർ. ഇറാനിലെ അവസ്ഥ ഭയാനകമെന്ന് ഇറാനിൽ നിന്നും മടങ്ങിയെത്തിയവർ പറഞ്ഞു. डॉक्टर सैदा जेनिफर रिजवी, वहाँ के हालात बहुत ख़राब थे. अगर एम्बेसी वाले हमारे मैंने इंडिया वाले हमारे एम्बेसी वाले होटल वगैरह नहीं लेके जाते, अपने होटल में नहीं रखते, तो हम लोगों को बहुत परेशानी हो रही थी. वहाँ एक एक लम्हा काटने के लिए बड़ा मुश्किल हो रहा था. और साथ में मेरा ये एक छोटा सा बच्चा भी गया हुआ था और हमारे साथ कोई मेल नहीं थे. वो शुक्र है एम्बेसी वालों का, मोदी सरकार का, कि उन्होंने हमें यहाँ तक पहुँचा दिया. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ദൗത്യം തുടരുകയാണ്. മടങ്ങിയെത്തിയവരെല്ലാവരും പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും നന്ദി അറിയിച്ചിരിക്കുകയാണ്. ഇനിയും ദൗത്യം തുടരുകയാണല്ലേ? തീർച്ചയായും പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷത്തിൽ നിന്ന് ഭാരതത്തിൻ്റെ പൗരന്മാരെ തിരികെ എത്തിക്കുന്നതിനുള്ള നടപടികളും ഓപ്പറേഷൻ സിന്ധു പുരോഗമിക്കുകയാണ്. ഭാരതത്തിൻ്റെ പ്രഖ്യാപിത നിലപാട് എന്നുള്ളത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് സംഘർഷ ഘട്ടത്തിലും ഭാരതത്തിൻ്റെ പൗരന്മാർക്ക് കൈത്താങ്ങായിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ തിരിച്ചെത്തിക്കുന്നതിന് ഏത് തരത്തിൽ വരെയുള്ള നടപടികൾ സ്വീകരിക്കാനും ഭാരതം തയ്യാറാണ് എന്ന് മുൻപ് നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ്. നിലവിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷമുണ്ടായ വേളയിൽ നിന്നും ആദ്യം ഇറാനിൽ നിന്നും ഇപ്പോൾ ഇസ്രായേലിൽ നിന്നും ഭാരതത്തിൻ്റെ പൗരന്മാരെ തിരികെ എത്തിക്കുന്ന നടപടികൾ ആരംഭിക്കുകയാണ്. ഇറാനിൽ നിന്ന് നിരവധി ആളുകളെ ഭാരതീയരെ ഇതിനോടകം തിരികെ എത്തിച്ചിട്ടുണ്ട്. ഇറാന്റെ അയൽ രാജ്യങ്ങളായിട്ടുള്ള അർമേനിയ കൂടാതെ തുർക്ക്മെനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് ഇറാനിൽ നിന്ന് ആളുകളെ എത്തിക്കുകയും അവിടെ നിന്ന് ഫ്ലൈറ്റുകളിൽ വിമാനങ്ങളിൽ ഡൽഹിയിലേക്കും ഒപ്പം ഭാരതത്തിൻ്റെ മറ്റു മേഖലകളിലേക്കുമാണ് എത്തിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള ഇത്തരത്തിൽ ഒഴിപ്പിക്കൽ നടപടികൾക്ക് ഭാരതത്തിൻ്റെ പൗരന്മാരെ മടക്കി എത്തിക്കുന്ന നടപടിക്ക് ഇറാന്റെയും ഒപ്പം തുർക്ക്മെനിസ്ഥാന്റെയും അർമേനിയയുടെയും കൂടാതെ ഇസ്രായേലിൻ്റെയും ഉൾപ്പെടെ മുഴുവൻ രാജ്യങ്ങളുടെയും സഹകരണത്തോടു കൂടിയാണ് ഭാരതത്തിൻ്റെ പൗരന്മാരെ തിരികെ എത്തിക്കുന്ന ഓപ്പറേഷൻ സിന്ധു എന്ന ദൗത്യം പുരോഗമിക്കുന്നത്. ഇറാനിൽ നിന്ന് ഇതുവരെ 2580 പേരെയാണ് തിരികെ എത്തിച്ചിട്ടുള്ളത്. ഭാരതത്തിൻ്റെ പൗരന്മാർക്ക് പുറമെ നേപ്പാൾ, ശ്രീലങ്ക രാജ്യങ്ങളിലെ പൗരന്മാരെയും ഭാരതം ഡൽഹിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അയൽ രാജ്യങ്ങളിലെ പൗരന്മാരെയും കൂടെ നിർത്തിക്കൊണ്ട് ഈ സംഘർഷഭരിതമായ മേഖലകളിൽ നിന്ന് അവരെ തിരിച്ചെത്തിക്കുന്ന നടപടി പുരോഗമിക്കുകയാണ്. ഇസ്രായേലിൽ നിന്നും 594 ഭാരതീയരാണ് മടങ്ങിയെത്തിയിട്ടുള്ളത്. മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്ന ഇറാനിലെയും ഇസ്രായേലിലെയും മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഇന്ത്യൻ എംബസിയുമായി രജിസ്റ്റർ ചെയ്യാനും അത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത ഏറ്റവും അവസാനത്തെ ആളെയും സുരക്ഷിതമായി ഭാരതത്തിലേക്ക് തിരികെ എത്തിക്കും എന്നുള്ളതാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള ഓപ്പറേഷൻ സിന്ധു തുടരുകയാണ്. അതിന് ഇറാന്റെയും ഇസ്രായേലിൻ്റെയും അയൽ രാജ്യങ്ങളുടെയും പൂർണ്ണ സഹകരണത്തോടുകൂടി ആ രക്ഷാദൗത്യം വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ പി